തോമസ് ആൽവ എഡിസൺ അറിയാത്തവരുണ്ടാവില്ലല്ലോ അല്ലേ? ഇതിലിപ്പോൾ നല്ല ടീച്ചേഴ്സ്, നല്ല എന്താ പറയുക, നല്ല കനപ്പെട്ട ഒരു സദസ്സിനെയാണ് അഭിമുഖീകരിക്കുന്നുള്ള നല്ല ബോധ്യവുമുണ്ട്. തോമസ് ആൽവ എഡിസൺ നമ്മളെ ബൾബൊക്കെ കണ്ടുപിടിച്ച ഒരു സയൻറ്റിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം വായിച്ചത് ഒരിക്കൽ കൂടി നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. സ്കൂളിൽ നിന്ന് ഈ ടീച്ചർ ഒരു ലെറ്റർ അമ്മയ്ക്ക് നൽകാൻ വേണ്ടി കൊടുത്തയച്ചു. അമ്മ ലെറ്റർ വായിച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ തരിച്ചു നിന്നു. വളരെ ഷോക്കായി. അപ്പോൾ ഈ കുട്ടി ചോദിച്ചു, തോമസ് ആൽവ ചോദിച്ചു, അമ്മ എന്താണ് അമ്മ കത്തിൽ? അമ്മ പറഞ്ഞു, എൻ്റെ മോൻ നാളെ മുതൽ സ്കൂളിൽ പോകണ്ടെന്നാണ് ടീച്ചർ പറയുന്നത്. അതെന്താ അമ്മേ? എൻ്റെ മോൻ നല്ല ബുദ്ധിയുള്ള നല്ല കഴിവുള്ള കുട്ടിയാണത്രേ. എൻ്റെ മോനെ പഠിപ്പിക്കാൻ മാത്രം കഴിവുള്ള ടീച്ചേഴ്സ് ഈ സ്കൂളിലില്ല. അതുകൊണ്ട് അമ്മ തന്നെ പഠിപ്പിക്കലാവും നല്ലത് എന്ന്. അങ്ങനെ അമ്മ പഠിപ്പിച്ചു, അമ്മ വളർത്തി, ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായി മാറി തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന മനുഷ്യൻ. വർഷങ്ങൾക്ക് ശേഷം, തെറ്റിയോ? കറക്റ്റല്ലേ മൈക്ക്? അപ്പോൾ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം, അമ്മയ്ക്ക് മരണപ്പെട്ട ശേഷം അലമാരകൾ പരിശോധിച്ചപ്പോൾ അമ്മയുടെ പഴയ ഡയറി കിട്ടിയതാണ്. ആ ഡയറിയിൽ പിന്നെ അന്ന് ടീച്ചർ നൽകിയ ആ ലെറ്റർ ഉണ്ടായിരുന്നു. അതെടുത്ത് മകനിങ്ങനെ വായിച്ചു. എന്നിട്ട് തോമസ് ആൽവ കരയാൻ തുടങ്ങി. എന്നിട്ട് എൻ്റെ അടിയിൽ എഴുതി വെച്ചു, മണ്ടനായ ഒരു തോമസിനെ ലോകപ്രശസ്തനാക്കിയ എൻ്റെ അമ്മയാണ് ഏറ്റവും നല്ല അമ്മ എന്ന്. എന്താണ് ആ ടീച്ചറെ കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്? നിങ്ങളുടെ മകനൊരു കുരുത്തം കെട്ട മകനാണ്, അവനക്ക് ഒട്ടും ബുദ്ധിയില്ല, ഇനി മേലിൽ നിങ്ങൾ അവനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കരുത്. ഇതാണ് അതിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആ മകൻക്ക് പിന്നീട് അങ്ങനെ എഴുതി വെക്കേണ്ടി വന്നത്. ഈ കഥ തന്നെ ധാരാളമാണ് എങ്ങനെയാണ് നമ്മുടെ മക്കളെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിന്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഗഫൂർ സാറ് പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ഒരു തലമുറയുടെ ഒരു പ്രധാന പ്രശ്നം എന്താ അറിയോ? ബോറടിയാണ്. നമുക്കും ബോറടിക്കില്ലേ? പിന്നെ കുട്ടികളെ പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്ക് 10 മിനിറ്റ് പോലും ക്ഷമയോടുകൂടി ഇരിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ യൂറോപ്പിലൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മുടെ നാട്ടിലുള്ളതുപോലെ ഡെയിലി ക്ലാസ്സും മറ്റേ എത്ര മണിക്കൂർ ക്ലാസ്സൊന്നുമില്ല. വീക്കിലി പിന്നെ ഒരു ദിവസം 2 ദിവസമൊക്കെ അങ്ങനെ, അല്ലെങ്കിൽ ചില ഹവേഴ്സുകളൊക്കെ ഉണ്ടാവുള്ളൂ. അധിക സമയം അവിടെ പാരൻറ്റിനാണ് ക്ലാസ് കൊടുക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പിന്നെ ഈ പുതിയ തലമുറ, നമ്മുടെ ഇപ്പോഴത്തെ തലമുറ, എന്താ പറയുക, 2010 മുതലുള്ള തലമുറക്ക് ഒരു പേരുണ്ടല്ലോ അല്ലേ? എൻ സി അതിന് മുമ്പ് ആൽഫ, കറക്റ്റ്, ഇതിൽ പറഞ്ഞല്ലോ ആൽഫ. ഈ ആൽഫക്ക് ഇപ്പോൾ ആൽഫ കഴിഞ്ഞു, പിന്നെ ഇപ്പോൾ ബീറ്റ ആരംഭിച്ചു. 25 ജനുവരി 1 മുതൽ ബീറ്റ തലമുറ സ്റ്റാർട്ട് ചെയ്തു. ഇനിയിപ്പോൾ ബീറ്റക്കാരെ ഇനി വരാനുള്ളത് എന്താവണാവോ അല്ലേ? ഇപ്പോൾ തന്നെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ ഒരു തലമുറയെ ശരിക്ക് അവരെ പാരൻറ്റിങ് ചെയ്യുക എന്നുള്ളത് വലിയ റിസ്ക്കാണ്. അതിന് കൂടുതൽ കുട്ടികളല്ല പഠിപ്പിക്കേണ്ടത്, രക്ഷിതാക്കളെയാണ്, പാരൻറ്റിനെയാണ്. പാരൻറ്റിന് കൃത്യമായ ട്രെയിനിങ് കിട്ടിയിട്ടില്ലെങ്കിൽ എല്ലാം പാളിപ്പോകും. ഇതാണ് ഇന്നിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രതിസന്ധി. അതാണ് പ്രത്യേകിച്ച് ഈ കൊറോണയ്ക്ക് ശേഷമൊക്കെ മൊത്തത്തിലാകെ കലങ്ങി മറിഞ്ഞ, ഞാൻ പച്ച മലയാളത്തിലാണ് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, നാടൻ ഭാഷയിലാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ആമുഖമായി സൂചിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഈ മക്കളെ, നമ്മുടെ ഈ ഇരുത്തം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണ്. എന്തെങ്കിലും ഒന്ന് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ക്ലാസ് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ആരുടെ ക്ലാസ് ആണെങ്കിലും ശ്രദ്ധാപൂർവ്വം കേൾക്കാൻ ശ്രമിക്കും. കാരണം
നമുക്ക് വേണ്ട എന്തെങ്കിലും ഒരു പോയിന്റ്, നമ്മുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ കിട്ടാതിരിക്കില്ല. ഇപ്പോൾ 2 ദിവസം അത് ജനൂനാണോ എന്ന് എനിക്കറിയില്ല. ഇന്നലെ ഒരു ന്യൂസ് കണ്ടു, ഒരു അമേരിക്കൻ നാട്ടിലാണ്, അത് കറക്റ്റാന്ന് പറയാൻ ആവുന്നില്ല. ഒരു അച്ഛൻ മരിച്ചിട്ട്, നിങ്ങളാരും കണ്ടെന്നറിയില്ല, അച്ഛൻ മരിച്ചിട്ട് 50 ദിവസമായി. അച്ഛനും അമ്മയും മരിച്ചു. 50 ദിവസത്തിന് ശേഷം ഒരു കോണ്ടാക്റ്റിൽ അന്വേഷിക്കുന്നില്ല, അച്ഛനുണ്ടോ, വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് വിഷയമല്ല. 50 ദിവസത്തിന് ശേഷം ദ്രവിച്ച ശരീരമാണ് ആ വീട്ടിൽ നിന്ന് പുറത്തെടുക്കുന്നത്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തുന്ന നമ്മുടെ മക്കൾ. അപ്പം എവിടെയാണ് പാളിച്ച പറ്റിയത്? അപ്പം അതിലേക്ക് ഇന്നത്തെ, അല്ലാതെ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ഇന്നത്തെ തലമുറയോട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഞാനിങ്ങനെ 1, 2, 3 എന്ന് പറയുന്ന പോലെ എൻ്റെ ഓർമ്മയിലുള്ള ചില കാര്യങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളുമായി അതൊക്കെ ആഡ് ചെയ്യുമ്പോൾ എന്താ പറയുക, വലിയ മാറ്റം ഉണ്ടാവും. ഏതായാലും നമ്മൾ അങ്ങോട്ട് കൊടുത്തതേ ഇങ്ങോട്ട് കിട്ടുള്ളൂ. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. കുട്ടികൾക്ക് നിറയെ സ്നേഹം കൊടുക്കണം. ഞാനൊരു ചെറിയൊരു കഥ എനിക്ക് ഓർമ്മ വരും. പിന്നെ ഒരാൾ ഒരു സ്വാമിയെ കണ്ടു. സ്വാമിജിയോട് പറഞ്ഞു, സ്വാമിജി എനിക്ക് 3 പെൺകുട്ടികളാണ്, എനിക്കൊരു ആൺകുട്ടി വേണം. സ്വാമിജി പറഞ്ഞു, കുറച്ച് റിസ്ക്കാണ്, എങ്കിലൊരു വഴിയുണ്ട്, ഞാൻ പറഞ്ഞുതരാം, നീ ചെയ്യോ? ഞാൻ ചെയ്യാം. റിസ്ക്കാണ്, ഓക്കെ, റിസ്ക് ആണെങ്കിൽ ഞാൻ ചെയ്യാം. അങ്ങനെ സ്വാമിജി പറഞ്ഞു, നീ നിൻ്റെ വീട്ടിൽ ചെന്ന് അച്ഛനെ ഒന്ന് തല്ലണം. കേട്ടിട്ടുണ്ടോ കഥ? ഇല്ല. അച്ഛനെ ഒന്ന് തല്ലണം. അച്ഛനെ തല്ലേ, നിർബന്ധമില്ല. കുട്ടി വേണോ, ആൺകുട്ടി വേണോ, എങ്കിൽ മതി. അവനിങ്ങനെ ആലോചിച്ചു, ഒരു തല്ലിൻ്റെ ശേഷം അച്ഛനോട് സോറിയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ അല്ലേ, ആൺകുട്ടിയെ കിട്ടൂലേ. അങ്ങനെ തീരുമാനിച്ചു. ഇവൻ ചെന്ന് കൊടുത്തു, അച്ഛൻ്റെ മുഖത്തൊരു പ്ലക്ക് വെച്ചൊരു. അവിടുന്ന് മാസങ്ങൾ കഴിഞ്ഞു, വൈഫ് പ്രഗ്നൻ്റായി. പിന്നെയും മാസങ്ങൾ കഴിഞ്ഞു, പ്രസവിച്ചു. എന്ത് കുട്ടിയാ? ആൺകുട്ടി. നേരെ ഓടി സ്വാമിയുടെ അടുത്തേക്ക്. സ്വാമിജി ഭയങ്കര സന്തോഷമായി, എനിക്ക് 4ാമത് ഒരു ആൺകുട്ടി ജനിച്ചിരിക്കുന്നു. സ്വാമിജിക്ക് പിന്നെ മധുരമൊക്കെ കൊടുത്തു, ടീപ്സൊക്കെ കൊടുത്തു, ഒക്കെ അടിപൊളിയായി. എന്നിട്ട് ഇയാൾ ചോദിച്ചു, അല്ല സ്വാമിജി, എന്താണ് ഇതിൻ്റെ ഒരു രഹസ്യം, എന്താണ്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അതൊന്നുമല്ല, നിന്റെ അച്ഛനെ നീ തല്ലിയാൽ നിന്നെ തല്ലാൻ ഒരു ആൺകുട്ടിയെ ദൈവം സൃഷ്ടിക്കും. അതന്നെ. അപ്പോഴേ ഒരു കാര്യം മനസ്സിലാകും. ഇത് അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ട് ഇതൊരു പോയിന്റാണ് ഞാൻ പറഞ്ഞിട്ടാ. അത് തമാശയിലൂടെ അല്ലെങ്കിൽ കളിയിലൂടെ ചിരിയിലൂടെ മാറ്റിവെക്കരുത്. ഇതൊരു പോയിന്റാണ്. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഒരു അച്ഛന്, കഥകൾ പറയുമ്പോൾ ഇങ്ങനെ ബോറടിയുടെ കാലമാണല്ലോ, ബോറടിക്കാതെ ഇങ്ങനെ പോകാം. ഒരച്ഛന് വീട്ടിലേക്ക് നട്ടുച്ച സമയത്ത് വരിക, പുറത്തു പോയിട്ട് യാത്ര കഴിഞ്ഞിട്ട് നട്ടുച്ച സമയത്ത് വീട്ടിലേക്ക് വരുമ്പോൾ ഓടിട്ട വീടിൻ്റെ മുകളിൽ പിന്നെ ഒരു 35 വയസ്സ് പ്രായമുള്ള മകന് എന്തോ ഓട് ശരിയാക്കുന്നുണ്ട്. നല്ല ചൂടുണ്ട്, നല്ല വെയിലാണ്. പ്രത്യേകിച്ച് നമ്മൾ ആലത്തൂരൊക്കെ നല്ല വെയിലല്ലേ അല്ലേ, ആ നല്ല വെയില്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ താഴെ ഇറങ്ങടാ, നല്ല വെയിലുണ്ട്, വൈകിട്ട് ഓട് ശരിയാക്കാം. അപ്പോൾ ഓൻ പറഞ്ഞു, അച്ഛൻ ഞാനിപ്പോൾ ഇത് ശരിയാക്കിയിട്ട് ഇപ്പം ഇറങ്ങിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനകത്ത് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛന് സഹിക്കാൻ പറ്റുന്നില്ല. വീണ്ടും അച്ഛൻ വന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ ഇറങ്ങടാ, നല്ല വെയിലുണ്ടടാ, താഴെ ഇറങ്ങിക്കോ, പിന്നെ ശരിയാക്കാം. അച്ഛനൊന്നും അകത്ത് പോയേ, ശൈലി മാറുമല്ലോ അല്ലേ, സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. ഇവൻ ചൂടാവാൻ തുടങ്ങി. പിന്നെ 3ാമതും പറഞ്ഞപ്പോൾ പിന്നെ ഇവൻ്റെ സ്വഭാവം മാറി. അച്ഛൻ നേരെ എന്ത് ചെയ്യുന്നറിയോ, അച്ഛൻ വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ ഉണ്ട് ഇങ്ങനെ തൊട്ടിലിങ്ങനെ പാട്ടും പാടി കിടത്തിക്ക ഇവൻ്റെ ചോരപ്പൈ തന്നെ. അതിനെടുത്ത് ഇങ്ങനെ എടുത്തിട്ട് നേരെ മുറ്റത്ത് വെയിലത്ത് വന്നു. ഇവൻ, അച്ഛൻ എന്ത് പണി ചെയ്യണേ, എൻ്റെ കുട്ടീനെ വെയിൽ വിളിക്കണം. എടാ എൻ്റെ കുട്ടി വെയിലൊന്നും എനിക്ക് വിഷമമുണ്ടല്ലേ, എൻ്റെ കുട്ടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് അത്. എത്രയാണെങ്കിലും അല്ലേ, നമ്മുടെ മക്കൾ ഇനിയിപ്പോൾ എത്ര വലുതായാലും അമ്മ തന്നെയാണ്, മക്കൾ തന്നെയാണ്. അപ്പം 2 കഥ ഞാൻ പറഞ്ഞു. നമ്മൾ കൊടുക്കുന്നത് എന്താണോ അത് നമുക്ക് തിരിച്ചു കിട്ടുക.
അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുക. കുട്ടികളെ നന്നായി കെയർ ചെയ്ത് അലമ്പാക്കരുത്, ഓവറാക്കരുത് അല്ലേ. ചില രക്ഷിതാക്കൾ അനങ്ങാൻ പോലും വിടൂല, ഒരു ഫ്രീഡം കൊടുക്കൂല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് പിന്നെ ഒരു സംഗതി എന്താ അറിയോ, സ്നേഹം ഉള്ളിലൊതുക്കാനുള്ളതല്ല, കുട്ടിക്ക് കൊടുക്കേണ്ട ഒരു സംഗതിയാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നാ, നമ്മൾ മറന്നു പോകും. നമ്മളൊക്കെ നിരന്തരം ക്ലാസ് എടുക്കുക, ക്ലാസ് കേൾക്കുക, അങ്ങനെ ആകുമ്പോഴേ നമുക്ക് കുറച്ചെങ്കിലും ശ്രദ്ധ കിട്ടുന്നു. പക്ഷെ നമ്മൾക്ക് മറന്നു പോകും സ്നേഹം. ചില ആളുകൾക്ക് നല്ല സ്നേഹമുള്ള അച്ഛന്മാരുണ്ടാവും, നല്ല സ്നേഹമാണ്. നിന്റെ കുട്ടിക്ക് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അമ്മമാരൊക്കെ അങ്ങനെ തന്നെയാണ്, മക്കൾക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ ആ സ്നേഹം ആ കുട്ടി അറിഞ്ഞിട്ടില്ല. അച്ഛനക്ക് എന്നോട് ഇത്ര സ്നേഹം ഉണ്ടെന്നുള്ളത് ഈ അച്ഛൻ അല്ലെങ്കിൽ ഈ അമ്മ പ്രകടിപ്പിച്ചിട്ടില്ല. സ്നേഹം എന്ത് ചെയ്യണം? പ്രകടിപ്പിക്കണം. ഇന്ന് വീട്ടിൽ പോയിട്ട് ഇന്ന് തന്നെ തുടങ്ങാൻ കണ്ടിട്ടെ, ഞാൻ സ്നേഹം പ്രകടിപ്പിക്കാൻ പോവാണ്, എങ്ങനെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെയൊന്നുമല്ല. അത് നാച്ചുറലായിട്ട് സ്നേഹം നമ്മൾ ശരിക്കും പ്രകടിപ്പിക്കണം. ഈ സ്നേഹത്തിനൊരു ഒരു ഒരു പ്രശ്നമുണ്ട്, എന്താ അറിയോ, എല്ലാവരും ആഗ്രഹിക്കുന്നത്, കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ലവ് അല്ലേ, സ്നേഹം. കൊടുക്കാനും അല്പം ഇഷ്ടമുണ്ടെങ്കിലും കിട്ടാനും എല്ലാവർക്കും വേണം സ്നേഹം. അത് നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി. ഇപ്പം എന്നെ ഒരാൾ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അത്ര ഇഷ്ടമുള്ള കാര്യമാണ്. എന്നെ ഇഷ്ടപ്പെടുന്നു, എന്നെ സ്നേഹിക്കുന്നു, നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്, നമ്മളെ സ്നേഹിക്കുന്നത്. അപ്പം ഈ സ്നേഹം നമ്മുടെ മക്കൾക്ക് സ്നേഹം കൊടുത്തിട്ടില്ലെങ്കിൽ സ്നേഹം തേടിപ്പോകും. ഏതുപോലെ എന്നറിയോ സ്നേഹം? വേണമെങ്കിൽ നമുക്ക് സ്നേഹത്തെ എന്തിനോട് ഉപയോഗിക്കാം? വിശപ്പിനോട് ഉപയോഗിക്കാം. ഞാൻ ടീച്ചർ പറഞ്ഞ പോലെ വെള്ളം, ദാഹം എന്താ ആക്കാം, വിശപ്പ്, നല്ല വിശപ്പുണ്ട്, എന്താ കഴിക്കുക? നിങ്ങളിങ്ങനെ ഇവിടെ ആലത്തൂർ വന്ന് ബസ് ഇറങ്ങി പിന്നെ നല്ലൊരു ഫുഡൊക്കെ കഴിക്കണമെന്നുണ്ട്, നല്ല വിശപ്പുണ്ട്, ഒരു ഹോട്ടലിൽ കയറി ആക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഭക്ഷണമൊന്നുമില്ല. അപ്പോൾ എന്ത് കഴിക്കും? കിട്ടിയത് കഴിക്കും അല്ലേ, കിട്ടിയത് കഴിക്കും. കാരണം എന്താ? വിശപ്പ് തീരണം. അപ്പോൾ ഉമ്മക്ക് അല്ലെങ്കിൽ അമ്മക്ക് ഒരു സ്നേഹമില്ല യഥാർത്ഥത്തിൽ. കാരണം പിന്നെ ഞാൻ സ്കൂള് വിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു കുട്ടിയുടെ മനസ്സിൽ അധികം ഉണ്ടാവും എന്തായിരിക്കും? തുടക്കത്തിലെ കാര്യം പറയട്ടെ, കുറെ കഴിഞ്ഞാലൊക്കെ വഴിമാറിപ്പോയി ഉണ്ടാവും. അപ്പോഴേക്കും നമ്മൾ കൈ മലർത്തിയിട്ടൊന്നും കാര്യമില്ല. ഒരു കുട്ടിയുടെ മനസ്സിൽ എന്തായിരിക്കും? ഒരുപാട് അവന് പിച്ചിയത്, ഇവന് പെൻസില് പിന്നെ മറച്ചു വെച്ചത്, മറ്റവൻ നുണ പറഞ്ഞത്, ഇതൊക്കെ ഇങ്ങനെ പറയാനിങ്ങനെ മനസ്സിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. പക്ഷെ അമ്മക്ക് മൊബൈൽ തോണ്ടാനും നേരമൊന്നും, ഞാൻ തമാശ പറയല്ല, മൊബൈലിൽ കളിക്കാനേ നേരമുള്ളൂ. ആ കുട്ടിയെ ഒന്ന് കേൾക്കാന്നുള്ളതുണ്ടല്ലോ, ഒരാളെ കേട്ട് കൊടുക്കുക. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ പറയാറുണ്ട്. ഈ സ്ത്രീകൾ ഒത്തിരി അടുക്കളയിലെ ജോലിയിലൊന്നും സഹായിക്കണമെന്നൊന്നുമില്ല, വെറുതെ ഒന്ന് ചോദിച്ചാൽ മതി, പാത്രം കഴുകണം, ഞാൻ ഹെൽപ്പ് ചെയ്യാം, അലക്കി തരണമെന്ന് ചോദിച്ചാൽ ആ ഒരു ചോദ്യം മതി അന്ന് മുഴുവനും അവർക്ക് ഒരു എനർജി കിട്ടാൻ. നമ്മളിങ്ങനെ അല്ല ചേച്ചി, ഒരു ചോദ്യം വേണ്ട ചേട്ടാ, ഇതൊക്കെ ഞാനിപ്പോൾ ആ സ്പീഡ് കൂടും, ഇല്ലെങ്കിൽ ഇങ്ങനെ പിറുപിറുത്ത് ഇങ്ങനെ ചെയ്യുള്ളൂ. അപ്പം സ്നേഹം എന്നുള്ളത് നമ്മുടെ മക്കൾക്ക് സ്നേഹം നമ്മളെ കൂടെ. ഇപ്പൊ ഉമ്മ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇപ്പൊ മലയാളത്തിലെ അമ്മ എന്ന് പറയും, അറബിയിൽ ശരിക്കും ഉമ്മ എന്ന് പറയും. ഉമ്മ ഖുറാനിലൊക്കെ ഉപയോഗിച്ചുള്ള വാക്കാണ് ഉമ്മ. ശരിക്കും ഉമ്മ എന്നുള്ള വാക്കുണ്ടല്ലോ, ഞാൻ അറബി ആയതുകൊണ്ട് പറയല്ല, പക്ഷെ വല്ലാതെ ഇഷ്ടപ്പെട്ടൊരു വാക്കായിപ്പോയി ഉമ്മ. കാരണം അറിയോ, എല്ലാവർക്കും കിട്ടണം എന്ത് കിട്ടണം? ഇതെല്ലാവർക്കും കിട്ടണം. അച്ഛൻ വന്നിട്ടും പറയാം, അച്ഛൻ തായെന്ന് പറയാം. ആരെങ്കിലും അച്ഛനൊരു അച്ഛതായോ, അങ്കിളിനൊരു അങ്കിൾ തായോ എന്നാരും പറയാറില്ല. എല്ലാവർക്കും കിട്ടേണ്ട ഒരു സാധനമാണ് ഉമ്മ. പകരം വെക്കാനില്ലാത്ത സാധനമാണ് ഉമ്മ. അപ്പൊ ഈ കുട്ടിക്ക് ഉമ്മ കൊടുക്കുക, അതിന് പോലും പിശുക്കുക. അതിലേക്ക് വരാം. അതിന് മുമ്പ് ഈ എന്താ പറയാ, കുട്ടികൾ കേൾക്കാൻ വേണ്ടി വരുമ്പോഴേ അവരെന്തൊക്കെ പറയാനുണ്ടാവും. ഒരു ദിവസം പറയാൻ ശ്രമിച്ച് രണ്ടാമത്തെ പിന്നെ മാക്സിയിൽ പിടിച്ചു വലിച്ച്, അമ്മ അതുണ്ടല്ല, അമ്മ ഉണ്ടല്ല, ഇത് പോയി കാണുന്നത് നട്ട് അമ്മ 100 കൂട്ടം പണിയിലായിരിക്കും. ഇത് നിങ്ങൾ കളിയാക്കി എടുക്കരുത്, തമാശയാക്കി എടുക്കരുത്, അവിടെ വെക്കണം, പണി സ്റ്റോപ്പ് ചെയ്യണം. അമ്മയുടെ പൊന്ന് ഒന്ന് വാരിയെടുത്ത് ഒന്ന് കൊഞ്ചി പെട്ടെന്ന് പോയി കുളിച്ചിട്ട് റെഡിയായിട്ട് വരൂലേ, നമുക്ക് ചായയും കുടിച്ച് നമുക്ക് എന്ത് ചെയ്യാം? അമ്മ എല്ലാ കഥയും കേൾക്കാന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്യും. അല്ല നേരെ മറിച്ചിട്ട് എന്തമ്മയാണിത്,
അവന് കുളിക്കുമ്പോൾ തന്നെ അങ്ങനെ പിറുപിറുത്ത് നമ്മൾ കുളിക്കാൻ വേണ്ടി പോകാം. എന്നിട്ട് ആ ഒരു സമയം ഇവ കുളിക്കാൻ പോകുന്ന സമയം കൊണ്ട് നമ്മൾ അടുക്കളയിലെ പണി, അപ്പൊ കുട്ടികൾ വരുന്ന ഒരു ഏകദേശ സമയം നമുക്കൊരു ധാരണ ഉണ്ടാവില്ലേ? ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തതിന്റെ ദുരന്തമാണ് ഇന്നത്തെ പല വീടുകളിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പല രക്ഷിതാക്കളും മനസ്സിൽ തീയാണ്. അപ്പൊ ഈ സ്നേഹം എന്ന് പറയുന്ന സാധനം അത് കിട്ടിയിട്ടില്ലെങ്കിൽ എവിടെ നിന്നാണോ കിട്ടുക അവിടേക്ക് പോകും. നേരത്തെ പറഞ്ഞല്ലോ, വിശപ്പ് ഉണ്ടെങ്കിൽ അത് ഭക്ഷണം കഴിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഈ മരത്തിന്റെ വേര് പോലെ, മരത്തിന്റെ വേരിന് വെള്ളം തേടി പോയേ പറ്റൂ. അത് ആരെ കൊടുക്കുന്നത്? എവിടുന്ന വെള്ളം കിട്ടുക? ഇപ്പൊ ഈ മതിലൊക്കെ തുറന്നു പോകുമ്പോ ഇത്രയുള്ള ചെറിയ വേരുണ്ടല്ലോ, വേരിങ്ങനെ വലിയ വേരൊന്നല്ല, ആദ്യം ആ ചെറിയ വേര് ഇത്ര വലിയ ഈ കോൺക്രീറ്റ് ഒക്കെ തുരന്നു പോകും. കാരണം എന്താ? അതിന് വെള്ളം കിട്ടിയേ പറ്റും. എല്ലാവരും എന്ത് ചെയ്യും? തന്നെ പരിഗണിക്കുന്നു. അപ്പൊ ഞാൻ സുലൈമാൻ നബി എന്ന് പറയും, അതായത് ചരിത്രത്തിൽ സോളമൻ ചക്രവർത്തി എന്ന് പറഞ്ഞ ചക്രവർത്തി ഉണ്ട് അല്ലെ? ഈ ലോകം മുഴുവൻ അടക്കി ഭരിച്ച 4 പ്രധാനികളിൽ ഒരാളാണ് അത്രേ സോളമൻ. ഈ സോളമന്റെ പിന്നെ അച്ഛനാണ് ദാവീദ് അല്ലെ? ബൈബിളിലൊക്കെ അങ്ങനെയാണ് പറയുന്നത്. ഖുറാനിൽ ദാവൂദ് എന്ന് പറയും, ഖുറാനിൽ സുലൈമാൻ എന്ന് പറയും. അവരുടെ ചരിത്രത്തിൽ ഇവര് രാജാക്കന്മാരായിരുന്നു, അവര് പ്രവാചകന്മാരുമായിരുന്നു. ഒരു ദിവസം ദാവൂദിന് അച്ഛനാണ് അവിടുത്തെ ജഡ്ജ്, കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. അച്ഛൻ്റെ മുന്നിൽ ഒരു കേസ് വന്നു. കേസ് എന്തായിരുന്നു അറിയോ? കേസ് പിന്നെ ഒരാളുടെ ഒരു കൃഷി എന്താന്ന് ഓർമ്മല്ല, ഒരു കൃഷി, വിളവെടുക്കാറായ കൃഷി, അത് വേറൊരാളുടെ പ്രതിയുടെ കേസ് വാദി പറയാണ്, പ്രതിയുടെ ആട്ടിൻ പറ്റങ്ങൾ വന്ന് തിന്നു, നശിപ്പിച്ചു, എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം, ഉണ്ടായ സംഭവമാണ്. ഇതാണ് കേസ്. അപ്പോൾ ഈ ദാവീദ് എന്ന് പറയുന്ന പ്രവാചകൻ ഇതിങ്ങനെ ആലോചിച്ചിട്ട് ഒരു സൊല്യൂഷൻ പറഞ്ഞു. പിന്നെ കൃഷിസ്ഥലം അയാൾക്ക് കൊടുക്കുക പകരമായിട്ട് പറഞ്ഞു. അപ്പോൾ അത് 8 or 9 വയസ്സ് പ്രായമേ ഉള്ളൂ അന്ന് ഈ സോളമൻ എന്ന് പറയുന്ന കുട്ടിക്ക്. 8 or 9 വയസ്സ് പ്രായമുള്ളൂ കുട്ടി. ഇങ്ങനെ ആലോചിച്ചിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛൻ എനിക്കൊരു അഭിപ്രായം തോന്നുന്നുണ്ട്, നമ്മളോടാണ് ഇങ്ങനെ പറയുന്നെങ്കിൽ നമ്മുടെ പല അച്ഛന്മാരോടുമാണ് കുട്ടികൾ, അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ ഒന്ന് സംസാരിക്കുന്ന ടൈമിൽ ഒരു 8 or 9 വയസ്സ് കുട്ടി വന്നിട്ട് അച്ഛാ അത് നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് ചില അച്ഛന്മാരുടെ നോട്ടുണ്ട്, അതിൽ ചിലപ്പോൾ കുട്ടി ഒന്നും ഉള്ളൂ. എന്നിട്ട് അദ്ദേഹം മനോഹരമായ ഒരു അഭിപ്രായം പറയുന്നുണ്ട്. ഞാൻ സമയക്കുറവുകൊണ്ട് അതിൽ പോകുന്നില്ല. മനോഹരമായ അഭിപ്രായം. അപ്പൊ പറഞ്ഞു ദാവൂദ് അലൈഹിസ്സലാം, കുട്ടി പറഞ്ഞ അഭിപ്രായമാണ് കുറച്ചും കൂടെ നന്നായി തോന്നുന്നത്, ഞാൻ അത് പരിഗണിക്കുന്നു എന്ന്. നമ്മുടെ വീട്ടിലെ ഭാര്യ ഭർത്താക്കന്മാര് പിന്നെ ഏറ്റവും മാതൃകയാകണം എന്നുള്ളതാണ് ഒന്നാമത്തെ കുട്ടികൾ കൊടുക്കേണ്ട മെസ്സേജ്. അതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഒരു കുട്ടിക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്തായിരിക്കും? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? എന്തോ ആവല്ലോ, ഒരു കുട്ടിക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം അച്ഛൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ അമ്മ എന്ന നിലയ്ക്ക് ഒരു കുട്ടിക്ക് നൽകാവുന്ന, ഈ ഭൂമിയിൽ നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്തായിരിക്കും? എൻ്റെ മനസ്സിലുള്ള തന്നെ നിങ്ങൾ പറഞ്ഞോളുന്നില്ല. പരിഗണന നല്ലൊരു സമ്മാനമാണ്. നിങ്ങൾ അതിന് പരിഗണിച്ചിരിക്കുന്നു. ഓക്കെ, ആരായിരുന്നു പറഞ്ഞത്? ഓക്കെ, നല്ല സംഗതിയാണ് സുരക്ഷ. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഒരു അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സമ്മാനം ഒരു നല്ല അമ്മയെ കൊടുക്കുക എന്നുള്ള അത്ര. അതിന് നടക്കൂല മാഷേ അല്ലേ? ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു അച്ഛനെ കൊടുക്കുക എന്നുള്ള അത്ര. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതൊക്കെ ഇപ്പൊ എങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ കല്യാണം കഴിക്കുക? നമുക്ക് നമ്മുടെ പേരില്ലേ, നമ്മുടെ പേര്, പിന്നെ അല്ല നമ്മുടെ അച്ഛനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഇല്ല. എൻ്റെ അച്ഛൻ ആരാകണം, എൻ്റെ അമ്മ ആരാകണം, എൻ്റെ ബ്രദർ ആരാകണം, എൻ്റെ സിസ്റ്റർ ആരാകണം, ഇതൊന്നും നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. നമുക്ക് ചോയ്സ് ഇല്ല. എൻ്റെ നിറം എങ്ങനെയാകണം, എൻ്റെ ഹൈറ്റ് എത്ര വേണം, എൻ്റെ വണ്ണം എത്ര വേണം, ഇതൊന്നും, ഞാൻ എപ്പോൾ ജനിക്കണം, ഞാൻ ഏത് നാട്ടിൽ ജനിക്കണം, ഇതൊന്നും ഒക്കെ മുകളിൽ നിന്ന് ഒരാൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു സാധനം അങ്ങ് തീരുമാനിച്ചെടുത്തോട്ടാ. എന്താ? നിന്റെ പാർട്ട്ണർ, നിന്റെ ഹസ്ബൻഡ് ആരായിരിക്കണം, നിന്റെ വൈഫ് ആരാകണം എന്നുള്ളത് അത് നീ തന്നെ ആലോചിച്ച് എന്നോട് ഒന്നും പറയാൻ നിൽക്കണ്ട.
നന്നായി ആലോചിച്ച് തീരുമാനിച്ചെടുത്തോന്നാണ്. അപ്പൊ കല്യാണത്തിന് മുമ്പേ ആലോചിക്കേണ്ടത് ഇവിടെ പറയേണ്ട സംഗതി അല്ല, വെറുതെ ഞങ്ങളെ ടെൻഷനാക്കാൻ വേണ്ടിയിട്ട് എന്നല്ല, ഞാൻ ജസ്റ്റ് സൂചിപ്പിക്കാം. നമ്മുടെ മക്കളിലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. കല്യാണത്തിന് മുമ്പേ ആലോചിക്കണം, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈ പെൺകുട്ടി ഉണ്ടല്ലോ, ഇത് എൻ്റെ മക്കളുടെ അമ്മയാകാനുള്ള ക്വാളിറ്റി ഇവൾക്ക് ഉണ്ടോ നോക്കണം. ശരിയല്ലേ? ഇനിയും വിഷമിപ്പിക്കല്ലേ എന്നല്ലേ? ഓക്കെ, ടെൻഷനാക്കല്ലേ എന്നാ പറയണേ. എല്ലാവരെയും പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ, ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അപ്പോൾ പരിഗണന വലിയ സംഗതി. നമ്മൾ ഈ പറഞ്ഞ കഥയിൽ പരിഗണന. അപ്പോൾ ഇപ്പൊ സ്ത്രീകൾക്ക് ഉള്ള ഏറ്റവും വലിയ സംഭവം എന്താ അറിയോ? പരിഗണിക്കുക എന്നുള്ളതാണ്. പരിഗണിച്ചാൽ മാത്രം മതി. ഒരു ബിസിനസ് പുതിയത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട അയൽവാസി ചോദിക്കുക, എടി ശാന്ത, പിന്നെ എന്തായി നിന്റെ ചേട്ടൻ്റെ ഷോപ്പ്? ഏത് ഷോപ്പ്? സോപ്പൊക്കെ ബാത്റൂമിലുണ്ടല്ലോ. ആ സോപ്പല്ല, എന്തായി നിന്റെ ഷോപ്പ് എന്ന് തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കേൾക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. തകർന്നു ആ കുടുംബം. അതുകൊണ്ട് കുട്ടികളെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, കുട്ടികളെ നന്നായി സ്നേഹിക്കണം. ആ സ്നേഹം പ്രകടിപ്പിക്കും. അതിനുള്ള ആരും അലമ്പാക്കരുത് കേട്ടോ, ഓവറാക്കി അലമ്പാക്കല്ല. കൃത്യമായി കുട്ടികളെ സ്നേഹം സ്നേഹം പ്രകടിപ്പിക്കാനുള്ള സംഗതി നേരത്തെ മാഷ് പറഞ്ഞൊരു സംഗതിയോട് ഞാൻ ഏഡ് ചെയ്ത് 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന് കുട്ടികളെ പിന്നെ 7 വയസ്സ് വരെ, 1 മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികളോട് 7 വയസ്സ് വരെ കുട്ടികളോടൊപ്പം കളിക്കണം. സമയം കണ്ടെത്തണം. ആർക്ക് വേണ്ടിയാ നമ്മൾക്ക് വെറുതെ രാവും പകലും കിടന്ന് കഷ്ടപ്പെടുന്നത്? നമ്മുടെ മക്കൾക്ക്, കുടുംബത്തിന് വേണ്ടിയല്ലേ? കുട്ടികളോടൊപ്പം കളിക്കാൻ സമയം കണ്ടെത്തണം. ഫുട്ബോൾ കളിക്കാമല്ലോ മുറ്റത്ത്, ചെറിയ പന്ത് കെട്ടി. അവർക്ക് എന്താണ് ആഗ്രഹം? അത് കളിച്ചാൽ മതിച്ചാ. നിങ്ങൾ കളിക്കാതെ നിങ്ങളുള്ള ഗോളൊക്കെ അടിക്കുക, കുട്ടികളെ തോൽപ്പിക്കുക, അത് ചെയ്യരുത്. അവർക്ക് എന്താണോ ആഗ്രഹം ആ രീതിയിൽ അവരെന്ത് ചെയ്യണം? അവരോടൊപ്പം. അവർക്ക് വേറെ എവിടെ അവർ പോകില്ല. അവർക്ക് അമ്മ മതി, അച്ഛൻ മതി. കാരണം എന്താ? അവരാഗ്രഹം ഈ പരിഗണനയാണ്. കളിക്കാൻ ഒരാളാണ്. അച്ഛൻ കളിക്കണം, ഷട്ടിൽ ബാറ്റ് കളിച്ചോളൂ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളി. കുട്ടികളോടൊപ്പം കുറച്ചു നേരം മതി, കുട്ടികൾക്ക് വേണ്ടി കളിക്കണം. 7 മുതൽ 14 വയസ്സ് വരെയുള്ള പ്രായത്തിൽ നിങ്ങൾ കുട്ടികൾക്ക് പിന്നെ ഉപദേശിക്കാന്ന് പറയില്ല, അവർ ഗൈഡ് ചെയ്യും. ഉപദേശം ഒന്നും ആർക്കും ഇഷ്ടമല്ല. ആർക്കും ഇഷ്ടമുള്ള ഉപദേശം? നമുക്ക് ഇഷ്ടമല്ല. നിങ്ങൾ എന്നെ ഉപദേശിക്കാനായിട്ടില്ല പറയും നമ്മൾ. ഉപദേശം ആർക്കും ഇഷ്ടമല്ല. ഒരാളെ ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല. കുട്ടികൾക്കും ഇഷ്ടമല്ല ഉപദേശം. കുട്ടികളെ ഉപദേശിക്കുക, പക്ഷെ കുട്ടികളെ ഗൈഡ് ചെയ്യാം. ഇന്നെ പോലെ ഈ ടൈമിൽ ഒരു കുട്ടി പെട്ടെന്ന് ചെറിയ കുട്ടി ഇപ്പോഴൊന്നും അതിൻ്റെ ആവശ്യമില്ല. പെട്ടെന്ന് മൊബൈലിൽ എന്തെങ്കിലും ഒരു ആപ്പ് കണ്ടു, ഇത് ആപ്പിൽ ഇത് എങ്ങനെയാണ് അച്ഛാ ചോദിക്കുമ്പോൾ പോടാണ് അച്ഛൻ പടമാണെന്ന് പറഞ്ഞ് 2-3 പറഞ്ഞ പിന്നെ കുട്ടി പതുക്കെ അവിടെ നിന്ന് എസ്കേപ്പ് പോവും. അങ്ങനെ പിന്നെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ട് തൊട്ടപ്പുറത്ത് പിന്നെ ഒരു ചക്ക ഇരിക്കുന്നുണ്ട്. ഇവളുടെ ഇരുത്തങ്ങനെ കണ്ടപ്പോൾ ആ ചക്കൻ ചോദിച്ചു, അല്ലേ കണക്ഷൻ വരെ നോക്കണം. എല്ലാവരും പിടിക്കുക എവിടെയെന്നറിയോ? ഒരാളുടെ വീക്ക്നെസ്സിലാ. നമ്മളെ പ്രത്യേകിച്ച് സ്ത്രീകളിലെ പരിഗണിക്കാൻ ഒരാളുണ്ടെന്ന് തോന്നിയാൽ അയാളുടെ നിറം വിഷയമല്ല, അയാളുടെ പ്രായം വിഷയമല്ല. 82 വയസ്സുള്ള അമ്മയാണ് ഓടിപ്പോയത്. വായിച്ച നിങ്ങള് 82 വയസ്സ്. ആരെ കൂടെ പോയത്? 87 വയസ്സുള്ള ആളോ. ഇപ്പോ ചെറിയ കാര്യമല്ല ഒരാളെ പരിഗണിക്കാൻ. അപ്പൊ ഇവനിങ്ങനെ പിന്നെ എന്തുകൊണ്ടാണ് അവനിങ്ങനെ ചോദിക്കേണ്ടി വന്നത്? അപ്പൊ അവൻ പറഞ്ഞു, വാ ഞാൻ കാണിച്ചു തരാം. അവനതിന് കാണിച്ചു കൊടുത്തു. ആപ്പിനെ കുറിച്ച് കാണിച്ചു കൊടുക്കുന്ന കൂട്ടത്തിന് വേണ്ടാത്ത പലതും കാണിച്ചു കൊടുത്തു. അങ്ങനെ അശ്ലീലങ്ങൾ കണ്ടു, വൃത്തികേടുകൾ. ആരാ ഉത്തരവാദി? അച്ഛനായിരുന്നു. ആ പ്രായത്തിനകത്ത് പറഞ്ഞു കൊടുക്കേണ്ട അമ്മ പറഞ്ഞു കൊടുത്തില്ല, അച്ഛൻ പറഞ്ഞു കൊടുത്തില്ല. അച്ഛനെ ആട്ടി ഓടിച്ചു, അമ്മ ആട്ടി ഓടിച്ചു. അതിന്റെ ദുരന്തം പിന്നെ എങ്ങനെ പതുക്കെ പോയി. ചിലപ്പോൾ അപ്പുറത്തെ കുട്ടിയാവില്ല, സ്കൂളിലെ കുട്ടിയാവും. അവിടുന്ന് കണ്ട് കണക്ഷനായി. പിന്നെ ആരുടെയോ കൂടെ അവൾ പോയി. എന്തുകൊണ്ട് പോയി? ഒരു ദിവസം കൊണ്ടുണ്ടായതൊന്നുമല്ല, മാസങ്ങളും വർഷങ്ങളുടെയും കാത്തിരിപ്പ് ഉണ്ടായിട്ടുണ്ട്. പതുക്കെ അങ്ങനെ ആയിപ്പോയതാ. നമ്മൾ ശ്രദ്ധിച്ചില്ല പറഞ്ഞാൽ നമ്മൾ സ്നേഹം കിട്ടിയില്ല. ഈ സാധനം ഇവിടുന്ന് വിശപ്പ് തീരുന്ന രീതിയിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഈ സ്നേഹം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ എവിടെ സ്നേഹം തേടി പോകേണ്ടതില്ല. അതുകൊണ്ട് കുട്ടികളെ 7 മുതൽ 14 വയസ്സ് വരെ കുട്ടികളെ എന്ത് ചെയ്യണം? കളിയും വേണം. കളി നിർത്തണമെന്നല്ല, കളി അപ്പോഴും വേണം അവരോടൊപ്പം തന്നെ. ഇനിയുള്ള ടൈമിൽ കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആകുന്ന 7 മുതൽ 21 വയസ്സുള്ള ഒരു അമ്മയാണ് കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട്. ആ അമ്മക്ക് പിന്നെ ആവശ്യമില്ലാത്ത വേറെ സംഗതികളൊന്നും ഉണ്ടാകാൻ പാടില്ല. അമ്മയായിരിക്കണം കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട്. ഇതിൽ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. കുട്ടികളുടെ അച്ഛന്മാരായിരിക്കണം കുട്ടികളുടെ ബെസ്റ്റ് ഫ്രണ്ട്. എങ്കിൽ പിന്നെ ഈ കുട്ടികൾ എവിടെയും പോകില്ല.
നമ്മുടെ ഒരു എന്താ കൺട്രോളിൽ മക്കളുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക ഈ ഒരു സംഗതി. പിന്നെ അതോടൊപ്പം ഒരു കാരണവശാലും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു കാരണവശാലും കുട്ടികളെ നമ്മൾ ഇൻസൾട്ട് ചെയ്യരുത്. എത്രയോ രക്ഷിതാക്കളുണ്ട് അല്ലേ, കുട്ടികളുടെ മാർക്ക് പിന്നെ നോക്കിയിട്ട് 95 മാർക്ക് 95 5 മാർക്കിന് വേണ്ടി കുട്ടികളെ തട്ടിക്കയറുന്ന രക്ഷിതാക്കൾ ഈ 95 കിട്ടിയതിന് അപ്രിഷ്യേറ്റ് ചെയ്യൂല. വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം വേറെ ഉണ്ടോ? നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ കുറച്ച് വില പിടിപ്പുള്ള സാധനമൊക്കെ ഉണ്ടാവും. ഗസ്റ്റ് വന്നു അവർക്ക് ഫുഡൊക്കെ കൊടുത്തു, അവർ ഭക്ഷണമൊക്കെ കഴിച്ചു, അവരിങ്ങനെ എഴുന്നേറ്റ് അവർ വാഷ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയുള്ളൂ. അപ്പോൾ അമ്മ അടുക്കളയിലാണ്. അപ്പോൾ ഈ ചെറിയ കുട്ടി 4 വയസ്സ് മോള്, ആ മോള് ഇങ്ങനെ വന്നു, അമ്മ അടുക്കളയിലാണ്, ജസ്റ്റ് കൈയേക്കാൻ പോയി. അപ്പോൾ അമ്മയെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം, അമ്മയെ ഒന്ന് സഹായിക്കാം. അപ്പോൾ ഇവരെ മുന്നിൽ, ഈ ഗസ്റ്റിൻ്റെ മുന്നിൽ ആരായി, ഒരാളെ വെച്ചത് പതുക്കെ ഈ വിലപിടിപ്പുള്ള പാത്രങ്ങളൊക്കെ അടക്കി വെച്ച് പതുക്കെ അടുക്കള കുറച്ചപ്പുറത്ത് കണ്ട് അടുക്കളയ്ക്ക് പതുക്കെ കൊണ്ട് അമ്മ അവിടുത്തെ പാത്രം കഴുകളൊക്കെ തിരിച്ച് എൻ്റെ പാത്രം എന്നിട്ട് അതിന് വാങ്ങിച്ചു വെച്ചാൽ 4 തല്ലുകൊണ്ട് കൊടുത്ത എന്തായിരിക്കും അവസ്ഥ? യഥാർത്ഥ ഈ കുട്ടി എന്താ ചെയ്തത്? ഇതൊക്കെ നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതല്ലെങ്കിൽ വേറെ മോഡലുകളൊക്കെ നമ്മുടെ വീടുകളിൽ സംഭവിക്കുന്നുണ്ട്. ആ കുട്ടി ജന്മത്തിൽ നിങ്ങളെ സഹായിക്കും, ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മളറിയാതെ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ പോസിറ്റീവ് ആകട്ടെ നെഗറ്റീവ് ആകട്ടെ പല സംഗതികളും നമ്മൾ നിരന്തരമായി കൊടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കുട്ടികളെ എന്ത് ചെയ്യണം, പിന്നെ കമ്പയർ ചെയ്യരുത്. ഇപ്പോഴുണ്ട് പല രക്ഷിതാക്കളും മറ്റു കുട്ടികളോട് കമ്പയർ ചെയ്യും. നേരത്തെ പറഞ്ഞല്ലോ, ഡിഫറൻ്റ് ആണ് എല്ലാ കുട്ടികളും. വീട്ടിലുള്ള കുട്ടികളുമായിട്ട് പോലും കമ്പയർ ചെയ്യരുത്. നിന്റെ ചേട്ടനെ കണ്ടില്ലേ, എന്താ നിനക്ക് പഠിച്ചാൽ ചേട്ടൻ നന്നായി പഠിക്കുന്നുണ്ടല്ലോ എന്ന് പറയരുത്. ചേട്ടനെ പോലെയല്ല. മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ കുട്ടികൾ, ഇപ്പോൾ മെസ്സിനെ അറിയാത്തവരാരുണ്ടാവില്ലല്ലോ കൂട്ടത്തിൽ, അറിയില്ലേ? മെസ്സിയുടെ മകൻ ഇപ്പോൾ നല്ല ഫുട്ബോളറാണ്. ഞാനിങ്ങനെ ആലോചിക്കും, മെസ്സിയുടെ മകന് ആലത്തൂരാണ് ജനിച്ചത്, എന്തായിരിക്കും അവസ്ഥ? ആലത്തൂര് അല്ലെ നമ്മുടെ കേരളത്തിൽ. മെസ്സിയുടെ മകൻ ജനിക്കുന്നത് ഇവിടെ കേരളത്തിലാന്ന് വിചാരിക്കാം, ഞാൻ ആലത്തൂർ വേണ്ട. മെസ്സി നല്ല പ്ലെയർ ആവോ? ഒരിക്കലും ആകാൻ പോണില്ല. എന്താ കാരണം വെച്ചാൽ അത് അവര് വളർന്നു വന്ന ഒരു ചുറ്റുപാട് അതാണ്. നമ്മൾ കേട്ടിട്ടില്ലേ ഒരു കഥ, ഒരു കർഷകന് ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോൾ പിന്നെ ഒരു മുട്ട കണ്ടു, മറ്റേതിൻ്റെ എന്താ പരുന്തിൻ്റെ മുട്ടകൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഇയാൾക്ക് ഭയങ്കര കൗതുകം തോന്നി. അയാൾ എന്ത് ചെയ്തു, അതിൽ നിന്ന് ഒരെണ്ണെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ താറാവിനെ വിരിക്കാൻ വെക്കുന്ന കൂട്ടത്തിൽ, താറാമുട്ട വെക്കുന്ന കൂട്ടത്തിൽ ഒരു പരുന്തിൻ്റെ മുട്ടയും കൂടി വെച്ചു. ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ വിരിഞ്ഞു, താറാവുകളൊക്കെ വിരിഞ്ഞു, കൂട്ടത്തിൽ ഈ പരുന്തും വിരിഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ എന്താ പറയുക, കൊത്തിപ്പറക്കിയൊക്കെ കോഴികളെ ഈ താറാവിനെ പോലെ ഇങ്ങനെ പോവാണ് ഈ പരുന്ത്. അങ്ങനെ ഒരു ദിവസം ഈ പരുന്ത് കാണുന്നു, വേറൊരു പരുന്ത് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പറന്നു പോകുന്ന കുറച്ച് പരുന്തുകളെ കണ്ടപ്പോൾ ഈ കുട്ടിപ്പരുന്ത് ചോദിച്ചു ഈ താറാവിന് കോഴിയോട്, അമ്മേ നമുക്കും അതുപോലെയൊക്കെ പറക്കാൻ പറ്റുമോ അമ്മയെന്ന്. അപ്പം അമ്മ പറഞ്ഞു, ഇല്ല, അവരൊക്കെ പരുന്തുകളാണ്, അവർക്കൊക്കെ ഒരുപാട് ഉയരങ്ങളിൽ പറക്കാൻ പറ്റും, നമുക്ക് ഇവിടെ ഇതൊക്കെ എന്താ കൊത്തിപ്പറക്കി തിന്നാനേ പറ്റുള്ളൂ. അങ്ങനെ വർഷങ്ങളോളം അമ്മ പറഞ്ഞത് കേട്ട് പരുന്ത് വനലോകത്ത് വട്ടമിട്ട് പറക്കേണ്ട ജീവിയാണ്. അതിൻ്റെ കഴിവുകൾ അതിന് കണ്ടെത്താൻ കഴിയില്ല. അത് വളർന്നു വന്നൊരു സാഹചര്യം അതായിരുന്നു. അപ്പോൾ പിന്നീടാണ് അത് പറന്നു പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കുട്ടികൾ പിന്നെ ആ രീതിയിൽ കുട്ടികൾക്ക് വളരാനുണ്ടാകുന്ന ഒരു നല്ലൊരു എന്താ പറയുക ഒരു ബിഹേവിയർ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഒരുക്കി കൊടുക്കുക രക്ഷിതാക്കൾ എന്നുള്ള അർത്ഥത്തിൽ. ബോറടിക്കണ്ട, നിർത്താം അല്ലേ, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൂടെ സംസാരിക്കാം. നമ്മുടെ മക്കളെന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, നല്ല പിന്നെ ആ രീതിയിൽ കുട്ടികളെ നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം, അതിനുള്ളൊരു ചുറ്റുപാട് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ അങ്ങനെ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മളെ വിട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. പിന്നെ കുട്ടികൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നന്നായി മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം.
ഒരിക്കലും കുട്ടിയെ തളർത്തരുത്. ഓരോ അമ്മയും ഓരോ അച്ഛനും തീരുമാനിക്കണം, ഒരിക്കലും തളർത്തരുത്. നമ്മുടെ ദേഷ്യം അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോൾ കുട്ടികളെ ശിക്ഷിക്കാന്ന് പറയും. കുട്ടികളെ ശിക്ഷിക്കണം വേണ്ടേ? കുട്ടികളെ ശിക്ഷിക്കണം. ശിക്ഷണമില്ലാത്തതിൻ്റെ അപകടം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സ്കൂളുകളിലും ഒക്കെ നന്നായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കോടതിയൊക്കെ അത് പറയുകയും ചെയ്തു, വടിയൊക്കെ എടുക്കാം. ശിക്ഷണമില്ലാത്തതിൻ്റെ കുറവ് നന്നായിട്ടുണ്ട്. പക്ഷെ കുട്ടികളെ ശിക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഭ്രാന്ത് കാണിക്കരുത്. നമ്മൾ കുട്ടികളെ അടിക്കുന്നറിയോ? ഒരു കുട്ടി തെറ്റ് ചെയ്താൽ ആ കുട്ടിക്ക് ബോധ്യപ്പെടണം. എങ്ങനെ? ഈ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണ് ഞാൻ അനുഭവിക്കുന്നത് ബോധ്യപ്പെട്ട കുട്ടി ക്ലിയർ ആവും. അതല്ല, അമ്മ എന്താ ചെയ്യാന്നറിയോ? അമ്മക്ക് മറ്റേ അച്ഛനായിട്ട് ഉടക്കിയ ദേഷ്യം ഉണ്ടാവും, പിന്നെ അപ്പുറത്ത് ചേച്ചിയുമായിട്ട് ഉടക്കിയ ദേഷ്യം ഉണ്ടാവും. ഇതൊക്കെ പിന്നെ അതിൻ്റെ ഇടയിലാണ് ഈ കുട്ടി എന്തോ പറഞ്ഞത്, അതൊക്കെ കൂടി കണ്ട് പൊതിരെ തല്ല്. അപ്പൊ തോന്നി എന്തിനിപ്പോ തല്ല് അല്ലേ? അതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുട്ടികളെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, അങ്ങനെ നമ്മൾ തല്ലരുത്. നിരന്തരമായി കുട്ടികളെ നമ്മൾ മാക്സിമം വരപ്പെട്ട്. ഞാൻ ചെറിയൊരു കഥ പറയാം. ചില ആളുകളെ എന്താ പറയാ, ചില ആളുകൾക്ക് സെൽഫ് ഉണ്ടാവില്ല, പിന്നെ എന്ത് ചെയ്യണം? ഒന്ന് തള്ളി കൊടുക്കണം. അങ്ങനെയല്ലേ ചില വണ്ടികൾ തള്ളിയാലെന്ത് ചെയ്യും? സ്റ്റാർട്ട് ചെയ്യും. ചില മക്കൾ അങ്ങനെയായിരിക്കും, തള്ളിയാൽ സ്റ്റാർട്ടാവും. അപ്പൊ അവരെ ഒന്ന് തള്ളിക്കൊടുത്താൽ പിന്നെ അവർ അങ്ങനെ ആയിക്കോളും. ഉദാഹരണം പറയണേ, എനിക്ക് ഓർമ്മ വരുന്ന കഥ, ഞാൻ എവിടെയോ പറഞ്ഞു പോയൊരു കഥ. നിങ്ങൾ കേട്ടവരാണെങ്കിൽ ക്ഷമിക്കണം, നിങ്ങൾ എന്നെ മുന്നിൽ ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട്. അതായത് ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് സുന്ദരിയായൊരു മകളുണ്ടായിരുന്നു, വളരെ ബ്യൂട്ടി ആയിട്ടുള്ള മനോഹരമായൊരു പെൺകുട്ടി. അവളെ നന്നായി പഠിപ്പിച്ചു. പിന്നെ അങ്ങനെ രാജാവ് പിന്നെ ഇവിടെ കല്യാണ ആലോചന നടത്താൻ തുടങ്ങി. രാജാവ് ഇങ്ങനെ കല്യാണം ക്ഷണിച്ചു. അപ്പോൾ കുറേ ചെറുപ്പക്കാർ വന്നു. രാജാവിൻ്റെ മകളെ കെട്ടാൻ വേണ്ടിയാണ് വരുന്നത്. രാജാവിൻ്റെ മകളെ കെട്ടുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ആഗ്രഹമായിരിക്കുമല്ലോ. അങ്ങനെ കുറേ ചെറുപ്പക്കാർ വന്നു. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു? ആകെ കുടുങ്ങിപ്പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എല്ലാം നല്ല കാണാൻ സുമുഖരായ, നല്ല ക്വാളിഫൈഡായ നല്ല ചെറുപ്പക്കാരാണ് മോളെ വിവാഹം അന്വേഷിച്ച് വന്നിട്ടുള്ളത്. ഇതിലാരെ തിരഞ്ഞെടുക്കും? രാജാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചെറിയൊരു മത്സരം സംഘടിപ്പിക്കാം. ആ മത്സരത്തിൽ വിജയിക്കുന്നവർ അവർക്ക് എൻ്റെ മകളെ കെട്ടിച്ചേരാം. ഓക്കെ, റെഡി. മത്സരം എന്താണെന്ന് അറിയോ? രാജകൊട്ടാരത്തിൻ്റെ മുറ്റത്ത് വലിയൊരു കുളമുണ്ടായിരുന്നു. ആ കുളത്തിൽ നിറയെ മുതലകളായിരുന്നു. അപ്പോൾ മത്സരം ഇതാണ്: ഈ കുളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എന്ത് ചെയ്യണം? നീന്തണം. നീന്തോ? അല്ല, നമ്മളാണെങ്കിൽ ധൈര്യം വരുമോ? ഇല്ല. അപ്പോൾ ഇവർ ശരിക്കും ഈ ചെകുത്താൻ്റെയും കടലിൻ്റെ ഇടയിലൊക്കെ പെട്ടു എന്ന് പറയില്ലേ, അതേപോലായി. അപ്പുറത്ത് നോക്കുമ്പോൾ രാജാവ്, ഇപ്പുറത്ത് മുതല. എന്താ ചെയ്യുക? ഒന്നും ചെയ്യാല്ല, അങ്ങനെ നിൽക്കന്നെ. പെട്ടെന്ന് ഒരൊറ്റ ചാട്ടം. ഇവർ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ചാടി ഇവന് ജീവന് കൊണ്ട് ഇങ്ങനെ എന്താ പറയുക നീന്തി അക്കരെ എത്തിയപ്പോൾ എല്ലാവരും നല്ല ക്ലാപ്പ് ചെയ്തു. ഇനി അവനെ അഭിനന്ദിക്കാനൊന്നുമില്ല. ഇവനൊക്കെ പേടിച്ച് കതച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഇവനെ ചുറ്റും കൂടി ചോദിച്ചു, അനക്ക് എങ്ങനെ അതിന് ധൈര്യം വന്നെന്ന്. അപ്പൊ അവൻ പറയാ, ആദ്യം ഒന്തിട്ട ആളാരാന്ന് പറയുന്നു. അങ്ങനെയാണ് ചെയ്യുന്നത്. ചില ആളുകളെ ചിലപ്പോൾ ഒന്ന് എന്ത് ചെയ്യേണ്ടി വരും? ഒന്ന് ഉന്തിടേണ്ടി വരും, ഒന്ന് മറിച്ചിടേണ്ടി വരും, ഒന്ന് തള്ളിക്കൊടുക്കേണ്ടി വരും. ആ തള്ളിക്കൊടുത്താൽ പിന്നെ സാധനം ഇങ്ങനെ പോയിക്കോളും. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അവസാനിപ്പിക്കുക. നമ്മുടെ മക്കളെ ഞാൻ എൻ്റെ ഓർമ്മയിലുള്ള ചില കാര്യങ്ങൾ, ഞാനിപ്പോൾ ഓർമ്മ വന്ന ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. ഇതിൻ്റെ അവസാനം ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതാണ് നമ്മുടെ സ്ക്രീൻ വിത്ത് സെൻസ് എന്നാണ് പരിപാടിക്ക് ടൈറ്റിൽ കൊടുത്തത്. അതായത് നമ്മൾ ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ കുട്ടികളുടെ മൊബൈലിൻ്റെ ഉപയോഗമാണ്. അപ്പം ഞാനൊക്കെ എൻ്റെ വളരെ സന്തോഷത്തോടു കൂടി പറയുന്നു, അതൊക്കെ ഞാൻ വിജയിച്ചിട്ടുണ്ട്. കുട്ടികളെ ആ ഒരു പാരൻറ്റിങ്ങിൽ ഞാനും വൈഫും വിജയിച്ചു എന്നാണ് ഞങ്ങളെ മാർക്ക് ഇട്ടിട്ടുള്ളത്. എന്തായാലും സർവേശ്വരൻ നമ്മുടെ മക്കളൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിൽ ചെയ്യേണ്ട സംഗതി എന്ന് വെച്ചാൽ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, ഞാൻ ആ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, നമ്മൾ കുട്ടികൾക്ക് റോൾ മോഡലാകണം. ഒരു സംശയമൊന്നുമില്ലല്ലോ. കുട്ടികൾ നമ്മുടെ ഉപദേശം കേൾക്കാനും നമ്മുടെ പ്രസംഗം കേൾക്കാനൊന്നും കുട്ടികളെല്ലാവരും ആളും ഇഷ്ടപ്പെടുന്നില്ല. അവർ പകർത്ത് ചെയ്യുക, നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് റോൾ മോഡലാകണം.
അതുകൊണ്ട് നമ്മൾ മൊബൈലിൻ്റെ ഉപയോഗം, സ്ക്രീനിൻ്റെ ഉപയോഗം കുറച്ചേ പറ്റും. നടക്കണ കാര്യം വല്ലതും പറയില്ലേ? അല്ല, അത് കുറച്ചേ പറ്റൂ. നമുക്ക് 24 മണിക്കൂർ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ്. നമ്മൾ മൊബൈലിൻ്റെ ഉപയോഗം കുറക്കണം. മറ്റൊന്ന്, ഇതാണ് ഒരു കാര്യം. മറ്റൊന്ന്, ഭക്ഷണം കഴിക്കുമ്പോൾ ഡൈനിങ് ഹാളിൽ ഒരു കാരണവശാൽ മൊബൈൽ അവിടെ മാറ്റി വെക്കുക. എന്നിട്ട് കുട്ടികളോടൊപ്പം ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികളോട് സംസാരിച്ച് ആ കറിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് അല്ലേ, പിന്നെ അവരോട് കുറച്ചു നേരം വർത്തമാനമൊക്കെ പറഞ്ഞിട്ട്, ഇത് അമ്മ ഒരു ഭാഗത്ത്, അച്ഛൻ വേറെ റൂമിൽ, മകന് വേറെ റൂമിൽ, എന്തൊട്ട് കുടുംബം അതൊക്കെ. അവിടെ എങ്ങനെ സമാധാനം ഉണ്ടാകാനാ? എന്നിട്ട് അച്ഛനെ വിളിക്കുക, ഫോൺ ചെയ്യുക അപ്പുറത്തെ റൂമിലേക്ക്. ഇതൊക്കെ തമാശയല്ല, നമ്മുടെ വീടുകളിൽ നടക്കുന്നതാ. പരസ്പരം സംസാരിക്കുന്നേ ഇല്ല, ആരും വർത്തമാനം പറയുന്നില്ല, കുട്ടികളുമായിട്ട് സംസാരിക്കുന്നില്ല, ഭാര്യയും ഭർത്താവും പോലും, ഹസ്ബൻഡും വൈഫും ഒന്നും മനസ്സ് തുറന്ന് സംസാരിക്കുന്നില്ല. മറ്റൊന്ന്, ഇപ്പൊ ഉറങ്ങാൻ പോകുന്ന സമയത്ത് എത്ര മണി വരെ മൊബൈൽ നമ്മൾ യൂസ് ചെയ്യും? വാട്സപ്പ് ആകട്ടെ, എന്താകട്ടെ, എത്ര മണി യൂസ് ചെയ്യും? 9 മണിക്കപ്പുറം അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ ഉപയോഗിക്കരുതെന്ന പഠനങ്ങളൊക്കെ പറയുന്നത്. നമ്മുടെ ഉറക്കിന് ശാസ്ത്രീയമായൊരു സമയം പറഞ്ഞിട്ടുണ്ട്. 6 മണിയാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പിന്നെ ബ്രെയിനിൽ ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെന്നാ. കട ഓഫാക്കാൻ സമയമായിരുന്നു മെസ്സേജ്. 6 മണിക്ക് ശേഷം ഒരു ഭക്ഷണം പോലും ശരിക്കും കഴിക്കരുതെന്നൊക്കെയാണ് സൂക്ഷ്മമായി സയൻസ് ഒക്കെ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഒരു മെസ്സേജ് വരുന്നത് കട ഓഫാക്കാനായി. നമ്മൾ പലപ്പോഴും അമേരിക്കയിൽ, യൂറോപ്പിൽ, ഞാൻ അമേരിക്കയിൽ പോയിട്ടൊന്നുമില്ല, പക്ഷേ എൻ്റെ പിന്നെ പഠനത്തിൽ, അന്വേഷണത്തിൽ അമേരിക്കയിലൊക്കെ മാക്സിമം 8 മണി വരെയൊക്കെ ഷോപ്പുകൾ ഉണ്ടാവുള്ളൂ. മാക്സിമം 9 മണിയൊക്കെ അവർക്ക് അവർ ഉറങ്ങും. 8 മണി 9 മണി നമുക്ക് എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും. നമ്മളിവിടെ ഇപ്പോഴും, പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെ, അവരും ഉണരുക രാത്രി 1 മണിക്കാണ്. എനിക്കുള്ളൂ ഞങ്ങളെ ഭാഗങ്ങളിലൊക്കെ. എന്നിട്ട് രാത്രി 2 മണിക്കും 3 മണിക്കും 4 മണിക്കൊക്കെ ഇടുന്നിട്ട് കംപ്ലീറ്റ് എന്താ പറയുക, ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവസാനിക്കും. ഖുറാനിലൊരു വാക്ക് പറയുന്നുണ്ട്, വജഅൽനാ നൗമക്കും സുബാത്താന്നൊരു ഒരു ഒരു പ്രയോഗമുണ്ട് ഖുറാനിൽ. ഉറക്കം നിങ്ങൾക്ക് എന്താ പറയുക, റീചാർജിങ് ആണ്. പകലെത്ര ഉറങ്ങിയിട്ടും കാര്യമില്ല. നമ്മുടെ സ്പൈനൽ കോഡില്ലേ, ഇവിടെ നിങ്ങോട്ട് ഇങ്ങനെ വരുന്ന സ്പൈനൽ കോഡ്, അതിന് ശാസ്ത്രീയമായ സമയം പറയുന്ന സ്പൈനൽ കോഡിന്റെ പിന്നെ ഓർഗൻ ക്ലോക്കിൽ പറയുന്ന സമയം 9 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രി. അപ്പോൾ 9 മണിക്ക് ഈ സ്പൈനൽ ഇത് ഫ്ലാറ്റ് ആയിരിക്കണം, കിടക്കണം എന്നാ. ഇപ്പൊ ഈ ആളുകൾക്ക് സ്ട്രോക്ക് വർദ്ധിച്ചു വരിക, അറ്റാക്ക് കൂടി വരിക. ഇതൊരു മെഷീനാണ്, നമ്മുടെ ശരീരം ഒരു മെഷീനാണ്. ഇത് എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് ഇത് ഈ കമ്പനിയിൽ നിന്ന് കൃത്യമായ നിർദ്ദേശമുണ്ട്. നമുക്ക് തോന്നിയ പോലെ തിന്നുക, കുടിക്കുക, തോന്നിയ പോലെ നടക്കുക, എന്നിട്ട് മെഷീന് പെട്ടെന്ന് കംപ്ലൈന്റ് ആയി പറയാ. അപ്പൊ നമ്മൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല, അത് ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പൊ ഈ മൊബൈൽ ഉപയോഗം നമ്മൾ പ്രത്യേകിച്ച് ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മുടെ എനർജി നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒത്തിരി നേരം മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ആരും കിടക്കരുതെന്ന പഠനങ്ങൾ പറയുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ രാവിലെ നേരത്തെ എണീറ്റ് അത് നിശ്ചിത സമയം വെക്കുക, മൊബൈൽ ഉപയോഗിക്കുക, നമ്മളെ മാതൃകയാക്കി കാണിച്ചു കൊടുക്കുക. എങ്കിൽ അടുത്തത് ഇപ്പം ഇനിയിപ്പോൾ വരാൻ പോകുന്ന, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇനി വരുന്ന ബീറ്റ ജനറേഷനാണ് വരുന്നത്. ഇത് ബീറ്റ ജനറേഷനെ കുറിച്ചുള്ള പഠനങ്ങൾ പുറത്തു വരുന്നേ ഉള്ളൂ. ആൽഫയേക്കാൾ അപകടകരമായ സാഹചര്യത്തിൽ, അപകടകരെന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം അല്ല, അവർക്കൊന്നും വിഷയമല്ല. ആൽഫക്കാര് അവർ ജനിച്ച് വളർന്നത് കാണുന്നത് തന്നെ അതാണ്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണത്. അതുകൊണ്ട് ഇപ്പോഴത്തെ തലമുറയെ വളരെ ശ്രദ്ധയോട് നമ്മൾ നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കണം, നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കണം, നിരന്തരമായി ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. അതിനെങ്ങനെയാ കുട്ടിയെ അവരെ ഉപദേശിക്കാൻ പോലെ വേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാറിക്കൊണ്ടിരിക്കണം. ഇത് പലരും മനസ്സിലാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, മനസ്സിലാക്കിയ ആളുകൾ ചെയ്യാനും തയ്യാറല്ല. നമ്മൾ കുട്ടികൾക്ക് അനുസരിച്ച് മാറൽ മാത്രമേ ഇപ്പോൾ പരിഹാരമുള്ളൂ. അതിൽ ഈ പറഞ്ഞ മൊബൈലിൻ്റെ പിന്നെ ഉപയോഗം ഞാനും നിങ്ങളും ഒക്കെ നിശ്ചിത ടൈം വെച്ചിട്ട് നെറ്റ് ഓഫാക്കി ഇടുന്നു, നിശ്ചിത ടൈം. എൻ്റെ വാട്സപ്പ് നോക്കേണ്ടിണ്ടാവും. ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല, കുട്ടികൾക്കും പറ്റില്ല. അതൊന്നും തന്നെ വാട്സപ്പ് ഉപയോഗിക്കരുത്, ഫേസ്ബുക്ക് വേണ്ട. ഇപ്പം നമ്മൾ കണ്ടില്ലേ, ഒരു പെൺകുട്ടി ഒരു റീലൊക്കെ ഇട്ടിട്ട് വലിയ വിഷയമൊക്കെ ഉണ്ടായില്ലേ അല്ലേ? ഒരു പക്ഷേ ഒരു നിമിഷത്തെ ഇല്ല, ആ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു സെക്കൻഡ് നേരത്തെ ഒരു ഇതായിരിക്കും. നിങ്ങളതിൽ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാവും. ആ പെൺകുട്ടി ചെയ്ത് ശരിയല്ലേ, ഞാൻ അതിനോട് ഒട്ടും യോജിക്കാത്തതാണ്. പേഴ്സണലി എനിക്കതിനോട് ആ ചെയ്തതിനെ ശക്തമായി എതിർക്കുകയും വിമർശിക്കുകയും അതിലൊരു ആസ്വാദനം പോലെ, അല്ലെങ്കിൽ ജസ്റ്റ് മാറിക്കാവുന്ന കേസുള്ളൂ. ഇതിങ്ങനെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ചിന്തിക്കാൻ കണ്ടില്ലേ, മുട്ടുന്നത് കണ്ടില്ലേ
എന്ന് പറയുന്ന പോലെ ഒരു ഫീലിംഗ്. അത് വളരെ മോശമായി പോയി. അപ്പൊ ഇത് ഈ മൊബൈൽ എങ്ങനെ ഉപയോഗിക്കണം, എന്തിന് യൂസ് ചെയ്യണം എന്ന രീതിയിൽ ഒക്കെ അപകടകരമായ സാഹചര്യത്തിൽ വളരെ ശ്രദ്ധയും കരുതലും നൽകിയിട്ടില്ലെങ്കിൽ അത് അതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലേക്കാവും പോവുക. ഇനി ഇത് ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ടൈമായി 1 മിനിറ്റ് കൂടെ ഉള്ളൂ. ജസ്റ്റ് ആ 1 മിനിറ്റോടെ അവസാനിപ്പിക്കാം. ഇത് ഒരു ക്ലാസ് ഒന്നുമല്ല, ഇത് ചില ഓർമ്മപ്പെടുത്തല. നിങ്ങൾക്ക് ഓർമ്മയുള്ള മറന്നുപോയ പല കാര്യങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ഓർമ്മ വരും. 2 ദിവസമൊക്കെ നിൽക്കുള്ളൂ, നമുക്ക് അത്രയ്ക്ക് ഓർമ്മ ശക്തി ഉണ്ടാവുള്ളൂ. കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും വേറെ സംഗതികൾ കേൾക്കണം. എന്നിട്ട് നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് നിരന്തരമായി നമ്മൾ സ്റ്റഡി ചെയ്യണം, ചിന്തിക്കണം. എൻ്റെ കുട്ടിയെ ഇന്ന് ഞാൻ എൻ്റെ കുട്ടിയോട് എങ്ങനെയൊക്കെ പെരുമാറും, ഞാൻ എങ്ങനെയാണോ അവൾ ട്രീറ്റ് ചെയ്യുക എന്നൊക്കെ വളരെ കരുതലോട് കൂടി പോവുകയാണെങ്കിൽ ഒരു നല്ല തലമുറയെ, അല്ലേ? ചില ആളുകൾ വിചാരിക്കുക ഞങ്ങൾ സേഫാണ്, നമ്മൾ സേഫ് ആയതുകൊണ്ട് കുട്ടികൾ പുറത്തിറങ്ങട്ടെ. ഈ ഒരു സമൂഹത്തിലേക്കല്ല മക്കൾ ഇറങ്ങുന്നത്. അപ്പം എല്ലാവരും സേഫ് ആവണം, എല്ലാവർക്കും അவ்விധം വളരാനും. അങ്ങനെ ജാതി, മത, വർഗ, ഭാഷ എന്നൊക്കെ അതൊക്കെയാണ് പറയുമ്പോൾ തന്നെ അതൊക്കെ ഒരു ആലങ്കാരിക പ്രയോഗം മാത്രമായി മാറി, അല്ലേ? ഈ സൗഹൃദം എന്നൊക്കെ പറയുന്നത്. ആ പറയുന്നതിനപ്പുറമുള്ള നമ്മുടെ പൂർവികരായ ആളുകൾ എങ്ങനെയാണോ നമുക്ക് ജാതിഭേദം മതദ്ദേശം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴും മാതൃകാസ്ഥാനമാണ് ഇത് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇവിടെ ജാതിയുടെയും മതത്തിൻ്റെയും വരമ്പുകൾ സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യനെ പലതാക്കാൻ ശ്രമിക്കുമ്പോൾ അതൊന്നും അല്ല ഞങ്ങളുടെ നാടിൻ്റെ പാരമ്പര്യമെന്നും ഞങ്ങളൊക്കെ ഒന്നാണ് എന്ന ഒരു മെസ്സേജ് കൂടി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് സർവേശ്വരനായ നാഥൻ നമ്മെ തുണക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നല്ല എന്താ പറയുക, കുട്ടികളുടെ ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാൻ നമുക്കും നമ്മളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറാൻ നമ്മുടെ മക്കൾക്കും സാധിക്കട്ടെ എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി, എന്ന അറിയിപ്പോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.